പ്രൈസ് ദ ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ JCNDSDയിലുള്ള ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്നേഹവന്ദനത്തെ രാത്രിയിൽ അറിയിക്കുന്നു. JCNDSDയുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഈ വാട്സാപ്പ് ഗ്രൂപ്പിലുമായി ഞങ്ങളെ ശ്രമിച്ചു വരുന്ന കർത്താവിൽ പ്രിയ എല്ലാ മാന്യ സ്നേഹിതന്മാർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹാദരവുകളെ ഈ രാത്രിയിൽ അറിയിപ്പിക്കുകയാണ്. അതുപോലെ എല്ലാ വെള്ളിയാഴ്ചയിലും രാത്രി 7:30 നടത്തി വരുന്ന നിത്യജീവ മൊഴികൾ എന്നുള്ള പ്രസംഗ പരമ്പരയിൽ ഈ രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ചില കാര്യങ്ങൾ സംസാരിക്കുവാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകിയ സാവകാശത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒപ്പം ഇങ്ങനെ ഒരു പ്രിവിലേജ് ഈ ഗ്രൂപ്പിൽ സംസാരിക്കുവാൻ അനുവദിച്ച് നൽകിയ ഗ്രൂപ്പിൻ്റെ ബഹുമാന്യ അഡ്മിന്മാർക്കും ഗ്രൂപ്പിൽ കേൾവിക്കാരായ എല്ലാ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഒപ്പം ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകരോട്, വ്യൂവേഴ്സിനോട് ഞങ്ങൾക്ക് ഉള്ളൊരു അഭ്യർത്ഥന, ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും പ്രോത്സാഹിപ്പിച്ചും നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തിയും ഈ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ ചാനലിനെ, JCNDSൻ്റെ ചാനലിനെ ഈ അവസാന കാലത്ത് മായമില്ലാത്ത സത്യോപദേശം അറിയിക്കുവാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിനെ നിങ്ങളുടെ സഹായവും സഹകരണവും കൊണ്ട് അനേകരിലേക്ക് എത്തിക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ അറിയിച്ച അതേ സുവിശേഷം തന്നെയാണ് ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ അറിയിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും മതസംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെയോ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരല്ല. മതവും സംഘടനകളും മനുഷ്യനെ ഭിന്നിപ്പിക്കുവാൻ മാത്രമേ ഒതുക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്ക് ഇന്ന് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൽ നമുക്കുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം മതവും സംഘടനയുമായി മാറുമ്പോൾ മനുഷ്യോപദേശത്തിന് വഴങ്ങിക്കൊടുക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മേലിലും ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ബൈബിളിൽ അറിയിക്കുന്ന സത്യം ബൈബിളിൽ നിന്നും വെളിപ്പെട്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന ദൈവം ആ സത്യത്തെ അറിയിക്കുവാൻ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് JCNDSDയിലെ പ്രവർത്തകരായ ഓരോ കർത്താവിൻ്റെ ദാസന്മാരും ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഈ രാത്രിയിലും നിങ്ങളോടൊപ്പം ഒരു വേദഭാഗമായി കടന്നു വരുവാൻ എളിയദാസന് ലഭിച്ച കൃപയ്ക്കായി ഞാൻ ദൈവത്തെ കോടി കോടി സ്തോത്രം ചെയ്ത് നമസ്കരിക്കുന്നു. ഇന്ന് രാത്രിയിലെ എൻ്റെ പ്രസംഗ വിഷയത്തിന് ആധാരമായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യം ദൈവസന്നിധിയിൽ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിൽ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ ഞാൻ തുടക്കത്തിൽ പ്രസ്താവിച്ചതുപോലെ സ്പഷ്ടവും വ്യക്തവുമായി ഈ കാലഘട്ടത്തിൽ പ്രസ്താവിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാത്രിയിൽ റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 14, 15, 16 വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ സഹോദരന്മാരെ, 14, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ മകനായിട്ടാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിലും ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് പറയുന്നു. അപ്പോൾ നിത്യമായി ജീവിക്കേണ്ടതിന് ഭൂമിയിൽ
വാണ് അതിനെ കീഴടക്കി ഭരിക്കേണ്ടതിനും വർദ്ധിച്ചു പെരുകി അതിൽ ആ, ആ, വികസിച്ച് അതിൽ വളർന്ന് ഭൂമിയെ കീഴടക്കുന്നതിന് വേണ്ടി ദൈവം സൃഷ്ടിച്ച മനുഷ്യനും അവൻ്റെ കൂട്ടിനായി കൊടുത്ത ഭാര്യയും ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചതോടുകൂടി അവർ പുത്രത്വം എന്ന അവകാശത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ പുത്രത്വം എന്ന അവകാശം നഷ്ടപ്പെട്ടു പോയ ആദാം അവിടെ ജീവവൃക്ഷത്തിൻ്റെ കനി കൂടി പറിച്ചു തിന്ന് തിരികെ ഏദൻ തോട്ടത്തിലേക്ക് പ്രവേശിക്കാതിരിക്കേണ്ടതിന് ദൈവം ആദാമിനെ തോട്ടത്തിന് വെളിയിലാക്കി കെരൂബുകളെ കൊണ്ട്, കറങ്ങുന്ന വാളുകൾ കൊണ്ടുള്ള കെരൂബുകളെ കൊണ്ട് കാവൽ ചെയ്തു എന്നാണ് നാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ പുത്രൻ പാപത്തിൽ വീണ് ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയപ്പോൾ പരിശുദ്ധനായ ദൈവവും പാപം ചെയ്ത അശുദ്ധനായ മനുഷ്യനും തമ്മിലുള്ള അകലം ഒരിക്കലും അടുത്തുകൂടാത്ത അകലത്തിലേക്ക്, ദൂരത്തേക്ക് നീണ്ടുപോയപ്പോൾ മനുഷ്യനെ തൻ്റെ സൃഷ്ടിയോടുള്ള, തൻ്റെ പുത്രനോടുള്ള അദമ്യ വാത്സല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അവിടെ സ്ത്രീയുടെ സന്തതിയായി ഒരു രക്ഷിതാവിനെ വാഗ്ദത്തം ചെയ്യുന്നു. ഉൽപ്പത്തി 3:15 തിരികെയും മനുഷ്യനുമായി കൂട്ടായ്മ ചെയ്യുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായി സ്ത്രീയുടെ സന്തതിയെ ദൈവം വാഗ്ദാനം ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പുത്രത്വം എന്നുള്ള അവകാശം നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ആ പുത്രത്വത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവം വാഗ്ദത്തം ചെയ്തതാണ് സ്ത്രീയുടെ സന്തതി, പിന്നീട് ജഡത്തിൽ വെളിപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന രക്ഷിതാവ്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ദൈവത്തോടാണ് മനുഷ്യൻ പാപം ചെയ്തത്. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അല്ലെങ്കിൽ ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ആ ഭൂമിയിലാണ് ദൈവം ഒരു തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയും മനുഷ്യനെ കൂട്ടുകാരിയായി അവൻ്റെ വാരിയിലകളിൽ ഒന്നെടുത്ത് അതിലെ മാംസം പൊതിഞ്ഞ് അവന് ജീവിത സഖിയായി നൽകുകയും ചെയ്തത്. പിന്നീട് അവർക്ക് തോട്ടത്തിലുള്ള എല്ലാ വൃക്ഷത്തിൽ നിന്നും തോട്ടത്തിൻ്റെ നടുവിലുള്ള ഒരു വൃക്ഷത്തിൻ്റെ ഒഴികെ ഉള്ള എല്ലാ ഫലങ്ങളും പറിച്ച് തിന്നാം എന്ന് വാഗ്ദത്തം കൊടുത്തു. അവർ നിത്യമായി ജീവിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് കൊടുത്തു. എന്നാൽ പിന്നീട് അവന് കൂട്ടിനായി കൊടുത്ത സ്ത്രീ സർപ്പത്തിൻ്റെ അല്ലെങ്കിൽ പിശാചിൻ്റെ വായ് നിന്ന് വന്ന, അല്ലെങ്കിൽ പിശാചിൻ്റെ വാമൊഴി കേട്ട് അരുതെന്ന് കൽപ്പിച്ച കനി ഭക്ഷിച്ചുകൊണ്ട് ദൈവവിരോധം ചെയ്ത് ദൈവത്തോട് പാപം ചെയ്ത് പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ നിന്നും അവർ പുറത്താക്കപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സകല മനുഷ്യരും, ആദാമിൽ നിന്ന് ജനിച്ച സകല മനുഷ്യരും അവർക്ക് ദൈവത്താൽ വാഗ്ദത്തം ചെയ്യപ്പെട്ടിരുന്ന പുത്രത്വത്തിൻ്റെ അവകാശത്തിൽ നിന്ന് ആദാം എന്ന ഏക മനുഷ്യൻ്റെ ലംഘനത്താൽ മരണത്തിലേക്ക് വീണതായി ദൈവത്തിൻ്റെ വചനം നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. അപ്പം നമുക്ക് ഇവിടെ 2 ആത്മാവിനെ കുറിച്ച് പറയുന്നു. ഒന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ്, ഒന്ന് അടിമത്തത്തിൻ്റെ ആത്മാവ്. നമുക്കറിയാം, പുത്രത്വത്തിൻ്റെ ആത്മാവിനെയാണ് ഇവിടെ ഇത് അഡ്രസ്സ് ചെയ്യുന്ന റോമിലെ സഭയോടാണ്. അപ്പോൾ ഇവിടെ ചിത്രം കുറച്ചുകൂടെ വ്യക്തമാണ്. കാരണം യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നിരിക്കുന്ന ഒരു സമൂഹമാണ് റോമിലെ ഈ വിശുദ്ധ സഭ. ആ സഭയ്ക്ക് വിശുദ്ധ പൗലോസ് കത്തെഴുതുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. അപ്പോൾ ദാസ്യത്തിൻ്റെ ആത്മാവിൽ നിന്നും പുത്രത്വത്തിൻ്റെ ആത്മാവിലേക്ക് കയറ്റം ലഭിച്ചവരാണ് ഈ റോമയിലെ സഭയിലുള്ള വിശ്വാസികൾ. നമുക്കറിയാം, ഒരിക്കലും ഒരു ഭവനത്തിൽ, നമുക്കറിയാം, ഒരു സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഭവനത്തിൽ ആ സമ്പന്നന് ഒരു മകനുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ അവകാശി ആ മകനായിരിക്കും.
എന്നാൽ ആ ഭവനത്തിൽ വേലക്കാരെ ദാസന്മാരുണ്ടെങ്കിൽ അവർക്ക് വേല ചെയ്യുന്നതിന് കൂലി മാത്രമാണ് പ്രതിഫലം. അത് മാത്രമല്ല, ഏതെങ്കിലും ഒരു ദാസൻ നിത്യമായി ആ ഭവനത്തിൽ വസിക്കുന്നില്ല. അവനെ വേണ്ടെന്ന് വയ്ക്കാനുള്ള അവകാശം ഉടമയ്ക്കുണ്ട്. മാത്രമല്ല, അവൻ വാർദ്ധക്യം ചെയ്ത് ജോലി ചെയ്യാൻ പ്രാപ്തിയില്ലാതായാൽ അവനെ അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം, മനസാക്ഷിക്കൊത്തവണ്ണം പ്രതിഫലം കൊടുത്ത് പറഞ്ഞയക്കുകയും ചെയ്യാം. എന്നാൽ പുത്രത്വം ഉള്ളത് ഒരു ഒരു എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. മക്കൾ അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരുടെ മരണപ്പെടുമ്പോൾ അവരുടെ അവകാശ ഓഹരികൾ മുഴുവൻ അവർക്കായി കൈമാറ്റം ചെയ്തു പോകുന്ന ഒരു നാട്ടുനടപ്പാണ് നാം ജീവിക്കുന്ന ലോകത്തിലുള്ളത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 8-ാമത്തെ അധ്യായം അതിൻ്റെ നമ്മൾ 32 മുതൽ വായിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുവിൽ വിശ്വസിച്ചിരുന്ന യഹൂദന്മാരോട് സംസാരിക്കുന്നതായിട്ടാണ് നമ്മളോട് വായിക്കുന്നത്. 31 വായിക്കുമ്പോൾ, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെ എന്നൊരു മറുചോദ്യം അവർ യേശുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ യേശു പറയുന്ന ഉത്തരം ഇതാണ്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ എല്ലാം പാപത്തിൻ്റെ ദാസനാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിന് വിരോധമായി, ദൈവകൽപ്പനയ്ക്ക് വിരോധമായി, ന്യായ പ്രമാണത്തിന് വിരോധമായി, അല്ലെങ്കിൽ പുതിയ നിയമത്തിലെ വിശ്വാസികളായ നാം ഓരോരുത്തരും ദൈവം നമുക്ക് പാലിക്കുവാനും അനുസരിക്കുവാനും വിശ്വസിച്ച് രക്ഷപ്പെടുവാനും നൽകിയ കൽപ്പനകൾക്ക് വിരോധമായി നാം നടക്കുകയും പാപം ചെയ്യുകയും ചെയ്യുമ്പോൾ നാം എപ്പോഴും ഹല്ലേലൂയ എന്താകുന്നു? ദാസന്മാരാണ്. എന്തിൻ്റെ ദാസന്മാർ? നാം സേവിച്ചു പോരുന്ന പിശാചെന്ന, അല്ലെങ്കിൽ പാപത്തിൻ്റെ വാസനകളുടെ ഉടമയായ പിശാചിൻ്റെ ദാസന്മാരാണ്. അതുകൊണ്ട് നാം പിശാചിൻ്റെ ദാസ്യത്തിൽ നിന്നും ദൈവപുത്രന്റെ അവകാശത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ വേണ്ടിയാണ് സ്ത്രീയുടെ സന്തതിയെ ഉൽപ്പത്തിയിൽ തന്നെ ദൈവം വാഗ്ദത്തം ചെയ്തത്. അപ്പോൾ ഒന്ന് ദാസ്യത്തിൻ്റെ ആത്മാവ്, ഒന്ന് പുത്രത്വത്തിൻ്റെ ആത്മാവ്. അപ്പോൾ ദാസ്യത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് പിശാചിൻ്റെ അടിമത്തത്തിലേക്കും അതുവഴി നമ്മളെ അവകാശത്തിൽ നിന്നും അവകാശമില്ലാത്ത അഴഞ്ഞുഴലുന്ന നശിച്ചു പോകുന്ന വ്യക്തികളായിട്ടും നമ്മളെ മാറ്റി തീർക്കുന്നു എന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും വസിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. നമുക്കറിയാം, യേശുക്രിസ്തു എന്ന ദൈവപുത്രനാണ്, അല്ലെങ്കിൽ പുത്രത്വത്തിൽ ജഡത്തിൽ വെളിപ്പെട്ട ആ ദൈവപുത്രനാണ് നമുക്ക് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം തരുന്നത്. അതിനുവേണ്ടി സൃഷ്ടികർത്താവായ ഏക ദൈവം, സർവശക്തനായ എൽ ഷദ്ദായി, അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായി, അല്ലെങ്കിൽ എൽ ഷദ്ദായി ആയി വെളിപ്പെട്ടു വന്ന ദൈവം, മോശയ്ക്ക് മുൾപ്പടർപ്പിൽ ദൂതൻ രൂപത്തിൽ വെളിപ്പെട്ട് യഹോവ എന്ന നാമത്തിൽ വെളിപ്പെടുത്തിയ അതേ ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയിൽ നിന്നും ജഡമെടുത്ത് നമ്മുടെ രക്ഷിതാവായി നമ്മുടെ പാപത്തിൻ്റെ കടമെടുക്കുവാൻ അവൻ ദൈവമായിരിക്കെ തന്നെ അവൻ പുത്രന്മാരെ വീണ്ടെടുക്കേണ്ടതിന് പുത്രന്മാർക്ക് സമമായ ജഡത്തിൽ വെളിപ്പെട്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി മരണം വരിച്ചുവെന്ന് എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എബ്രായ ലേഖനകർത്താവിലൂടെ പറയുന്നു. അവിടെ നാം വായിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട്. ആരുടെ മക്കൾ? ദൈവത്തിൻ്റെ മക്കൾ ജഡത്തിലും രക്തത്തിലും വന്ന് പാപം ചെയ്തപ്പോൾ അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. നിഷ്കളങ്കമായ രക്തം, ദൈവത്തിൻ്റെ രക്തം. ഹല്ലേലൂയ. നമ്മൾ വായിക്കുന്നത് പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം 27, 28, 29 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രക്തം എന്ന് നമ്മൾ കാണുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ രക്തം എന്ന് പറയുന്നുണ്ട്, യേശുവിൻ്റെ രക്തം എന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം രക്തം ഒന്ന് തന്നെയാണ്. അത് ദൈവം തൻ്റെ വചനത്താൽ മറിയത്തിൻ്റെ ഉദരത്തിൽ സൃഷ്ടിച്ച ആ മാംസത്തിലുള്ള രക്തം വിശുദ്ധമായ രക്തമാണ്. ആ വിശുദ്ധ രക്തത്തിന് മാത്രമേ
അതിൻ്റെ ചീന്തൽപ്പെടൽ മാത്രമേ, അതിൻ്റെ ഷെഡിങ്ങിലൂടെ മാത്രമേ മനുഷ്യവർഗത്തിന് പാപമോചനമുള്ളൂ. അതുകൊണ്ട് മക്കൾ ജഡത്തിലും രക്തത്തിലും വന്നപ്പോൾ ജഡത്തിൻ്റെയും പാപത്തിൻ്റെയും അവകാശിയും അധികാരിയുമായ പിശാച് ആദാമ്യ പാപനിമിത്തം മനുഷ്യനെ പാപക്കുഴിയിൽ തള്ളിയിട്ടപ്പോൾ, പാപത്തിൻ്റെ ശിക്ഷയായ മരണത്തിന് അധീനനാക്കി കീഴ്പ്പെടുത്തിയപ്പോൾ, അവൻ്റെ വീണ്ടെടുപ്പുകാരനായി അവൻ്റെ സൃഷ്ടികർത്താവായ ദൈവം ഒരു ജഡത്തിലും രക്തത്തിലും വെളിപ്പെട്ടു വന്ന് തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ തോൽപ്പിച്ചു. അങ്ങനെ ജീവപര്യന്തം മരണഭയത്തിൽ കഴിഞ്ഞിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 1-ാം 12-ാമത്തെ വാക്യം വായിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുക, സ്വീകരിക്കുക, നമ്മുടെ രക്ഷിതാവും കർത്താവും ദൈവവുമായി വിശ്വസിക്കുകയും നാം സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവൻ്റെ നാമം രക്ഷയ്ക്കായി മത്തായി സുവിശേഷം 1:28-21 നൽകിയിരിക്കുന്ന അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് അവന് യേശു എന്ന് പേർ വിളിക്കണം. അവന് യേശുവ എന്ന ഹെബ്രായ നാമം വിളിക്കണം. യേശുവ എന്ന നാമം സൃഷ്ടികർത്താവായ ദൈവമായ യഹോവ വീണ്ടെടുപ്പിനായി സ്വീകരിച്ച നാമമാണ്. ആ നാമത്തിൽ വിശ്വസിക്കുക. യേശുവ എന്ന നാമം യഹോവ വീണ്ടെടുക്കുവാൻ വേണ്ടി എടുത്ത നാമമാണ്. ആ നാമത്തിൽ നാം വിശ്വസിക്കുക. നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ നാമമായി യഹോവയായ ദൈവം ഏറ്റെടുത്ത നാമമായ യേശുവ എന്ന നാമത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ വിശ്വാസം മൂലം പാപത്തിൻ്റെ മോചനം ലഭിക്കുന്നു എന്ന് നമുക്കറിയാം. സ്വർഗത്തിൽ നിന്ന് ദൂതൻ ഹല്ലേലൂയ വന്ന് അറിയിക്കുന്നതായി നമ്മൾ 1:21 യോസഫിനോട് അറിയിക്കുന്നതായി വായിക്കുന്നുണ്ട്. അങ്ങനെ ആ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് ആ യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പ് നാമമായ, അല്ലെങ്കിൽ യഹോവയുടെ വീണ്ടെടുപ്പ് നാമമായ യേശുവ എന്ന നാമം വിശ്വസിക്കുന്ന ഏതൊരു ഒരാൾക്കും ദൈവമക്കൾ ആയിത്തീരുവാനുള്ള അധികാരം ലഭിക്കുന്നു. ഈ അധികാരം നമുക്ക് ലഭിക്കുന്നത് ഏദനിൽ വെച്ച് ആദാം നഷ്ടപ്പെടുത്തിയ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്കുള്ള മടങ്ങി വരവാണ്, അല്ലെങ്കിൽ തിരിച്ചു വരവാണ്, അല്ലെങ്കിൽ ആ അവകാശത്തിലേക്ക് നമ്മളെ പുനഃസ്ഥാപിക്കുകയാണ് ദൈവം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് 5:18 നമ്മളിങ്ങനെ വായിക്കുന്നു: ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല എന്ന് പറയുക. അപ്പം ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മെ അനുസരിപ്പിച്ച് നടത്തുന്നതെങ്കിൽ തീർച്ചയായും നമ്മൾ ദൈവവചനത്തിൽ നടക്കും. നാം ദൈവവചനത്തിലാണ് നടക്കുന്നതെങ്കിൽ നാം ന്യായപ്രമാണത്തിൻ്റെയോ അല്ലെങ്കിൽ കൽപ്പനകളുടെയോ പാപി എന്ന നിരന്തരം മനുഷ്യനെ കുറ്റം വിധിച്ചിരുന്ന ന്യായപ്രമാണത്തിൻ്റെയോ കീഴിലല്ല, മറിച്ച് നമ്മൾ ക്രിസ്തുവിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഗലാത്യർ 5:1 നാം വായിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രമാക്കി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ന്യായപ്രമാണത്തെ പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷകനായിരുന്നവൻ പറയുകയാണ്, ന്യായപ്രമാണം എന്നുള്ളത് എന്താണ്? അടിമനുഖമാണ് എന്ന് പറയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇപ്പം ന്യായപ്രമാണ കൽപ്പനയായ പരിച്ഛേദന, തുടരുത്, പിടിക്കരുത് എന്നുള്ള കാര്യങ്ങൾ ഒക്കെയും പുതിയ ക്രിസ്തുവിൽ വരുമ്പോൾ അത് അടിമനോഹമായി മാറ്റപ്പെടുന്നു. കാരണം ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ക്രിസ്തുവിൽ നമുക്ക് പുത്രത്വമുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. അപ്പം ഇന്ന് നമുക്ക് ക്രിസ്തുവിൽ ഈ രക്ഷ ലഭിച്ചവർക്ക്, യേശുക്രിസ്തുവിൽ ഉള്ള പാപസംബന്ധമായ വിടുതൽ ലഭിച്ചവർക്ക്, യേശുക്രിസ്തു എന്ന ഏക സത്യദൈവത്തിൽ വിശ്വസിക്കുകയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ രക്ഷയ്ക്കായി സ്നാനമേൽക്കുകയും ചെയ്ത ഓരോ വ്യക്തിക്കും ലഭിക്കുന്ന ആത്മാവ് അപ്പ എന്ന് ദൈവത്തെ വിളിക്കുവാനുള്ള ആത്മാവാണ്. ആ അവകാശ ദാസ്യത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് യേശുക്രിസ്തുവിലൂടെ നാം കടന്നു വന്ന് നാം ദൈവത്തെ അപ്പ എന്ന് വിളിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അവകാശം നാം നേടിയെടുക്കുന്നു എന്നുള്ളതാണ്
തിരുവെഴുത്തുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ബുക്ക് ഓഫ് ഗലേഷ്യൻസ് അല്ലെങ്കിൽ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കും: നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ മക്കളായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളായതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ലഭിച്ചത്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ പൂർവ്വ സൃഷ്ടിയിൽ ആദാമിൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിൻ്റെ ആത്മസന്തതിയായ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മക്കളാണ്. എന്നാൽ ജഡം സംബന്ധിച്ച് ആദാമ്യ പാപം നിമിത്തം നമ്മൾ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അടിമപ്പെട്ട് പുത്രത്വത്തിൻ്റെ അവകാശങ്ങളിൽ നിന്ന് പുറത്തുപോയി. അതുകൊണ്ട് ഉൽപ്പത്തി 3:15 വാഗ്ദത്തം ചെയ്ത മശിഹ നമുക്ക് വന്ന് നമ്മെ ദത്തെടുത്തു. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ നിന്നും അല്ലെങ്കിൽ പാപത്തിൻ്റെ ദാസ്യത്വത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും നമ്മെ ദത്തെടുത്ത് പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് ആക്കി വെച്ചു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നൊരു കാര്യം. അതുകൊണ്ട് അങ്ങനെ ഇനി നീ ദാസനല്ല, ഇനി പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ബിക്കോസ് യു ആർ ദ സൺസ് ഓഫ് ഗോഡ്, God has sent the spirit of his son into our hearts, crying Abba Father എന്നാണ് പറയുന്നത്. അപ്പം അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ, അതായത് പിതാവിനെ അപ്പ എന്ന് വിളിക്കുവാനുള്ള അവകാശമുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. യേശുക്രിസ്തു മുഖാന്തരം നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിലൂടെ നഷ്ടപ്പെട്ടു പോയ പുത്രത്വവും അതിൻ്റെ അവകാശങ്ങളും ഓഹരിയും യേശുക്രിസ്തുവിലൂടെ ദൈവം കാൽവരിയിൽ പുനഃസ്ഥാപിച്ച് നൽകി എന്നുള്ളതാണ് ദൈവം അതിനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. പ്രൈസ് ദി ലോർഡ്. 1 യോഹന്നാൻ അതിൻ്റെ 3-ാമത്തെ അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പിതാവ് നമ്മെ സ്നേഹിച്ച സ്നേഹം എന്താണ്? ഹല്ലേലൂയ. കാൽവരിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി ഒരു മെസ്സിഹായെ നമുക്ക് നൽകി. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രക്ഷിതാവിനെ നമുക്ക് നൽകി. മത്തായി 1:21 പറയുന്ന തൻ്റെ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി യേശുവായി വെളിപ്പെട്ട യഹോവയായ ദൈവം നമുക്ക് വേണ്ടി മാംസരക്തങ്ങൾ കാൽവരിയിൽ പാപത്തിൻ്റെ ശമ്പളമായ മരണമായി ഹോമിച്ചുകൊണ്ട് നമുക്ക് പുത്രത്വത്തിൻ്റെ അവകാശങ്ങൾ നൽകിയതുകൊണ്ട് ഇവിടെ യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്: കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം, കാൽവരിയോളം വലിയ സ്നേഹം ലോകത്ത് ആരോടും കാണിച്ചിട്ടില്ല, ആർക്കു വേണ്ടിയും നൽകിയിട്ടില്ല. അപ്പോൾ അങ്ങനെ കാൽവരിയിലൂടെ തൻ്റെ മാംസരക്തങ്ങളെ നമുക്കായി പിച്ച് ചീന്തിക്കൊണ്ട്, തൻ്റെ അവസാനത്തുള്ള രക്തവും ചീന്തിക്കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചത് നാം പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് വന്ന് ദൈവമക്കൾ എന്നുള്ള അവകാശത്തിൽ നിലനിൽക്കേണ്ടതിനും അതിൽ നമ്മൾ പുനഃസ്ഥാപിക്കപ്പെടേണ്ടതിനുമാണ് എന്ന് ഇവിടെ പറയുന്നു. എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു! അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലാകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ലോകത്തിന് നമ്മുടെ പുറം നോക്കുന്ന ഒരു മനുഷ്യനും നാം ദൈവമക്കളാണോ ദാസ്യത്തിൻ്റെ അടിമത്തത്തിൽ പിശാചിൻ്റെ മക്കളാണോ എന്നറിയില്ല. എന്നാൽ ലോകക്കാരെല്ലാം ദാസ്യത്തിൻ്റെ ആത്മാവ് സ്വീകരിച്ചിട്ടുള്ള അടിമ മക്കളാണ്. അവർക്ക് ദൈവമക്കളെ പുറമേ നോക്കിയാൽ അറിയാൻ കഴിയില്ല. കാരണം ലോക മനുഷ്യൻ അല്ലെങ്കിൽ അവൻ്റെ പ്രാകൃത മനസ്സുകൊണ്ട് അല്ലെങ്കിൽ പ്രാകൃത ആത്മാവ് കൊണ്ടാണ് എല്ലാത്തിനെയും അവർ വിവേചിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിവേചിക്കപ്പെടുന്നത് ഒരിക്കലും അല്ലെങ്കിൽ ലോക മനുഷ്യൻ്റെ വിവേചന അധികാരത്തിൻ്റെ കീഴിലോ വിവേചന രീതിക്ക് കീഴിലോ ഉള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായ കാര്യങ്ങളാണ് എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു. തുടർന്ന് നാം വായിക്കുന്നു: നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്നത് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്നും നാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം നാം ദൈവമക്കളാണ്. എന്നാൽ നാം എന്തായി തീരും? എന്താണ് ദൈവമക്കളുടെ അൾട്ടിമേറ്റ് എയിം അല്ലെങ്കിൽ അതിൻ്റെ അൾട്ടിമേറ്റ് അവസാനം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രത്വം എന്ന റോമാലേഖനം 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അതിനുവേണ്ടി നാം ഉള്ളിൽ നരങ്ങുന്നു എന്നപോലെ. അപ്പം നമ്മുടെ ശരീരങ്ങളുടെ ഒരു വീണ്ടെടുപ്പ് സംഭവിക്കുന്നതിനും വരെയും
നമ്മുടെ ആത്മാവ് മാത്രമാണ് വീണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. ആത്മാവ് വീണ്ടെടുക്കപ്പെട്ട അടിമത്തമുള്ള പാപ സ്വഭാവമുള്ള ശരീരത്തിലാണ് നാം ഇരിക്കുന്നതെങ്കിലും നമ്മുടെ ആത്മാവ് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ പുത്രത്വം പൂർണ്ണമാകുന്നത് നമ്മുടെ കർത്താവ് മധ്യാകാശം വരുമ്പോൾ ആത്മാവിൽ വീണ്ടെടുക്കപ്പെട്ടവരും ദൈവഹിതത്താൽ നടക്കപ്പെടുന്നവരും ദൈവവചനത്തിൻ്റെ ആലോചനയാൽ നയിക്കപ്പെടുന്നവരും ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരുമായ ദൈവമക്കളുടെ ശരീരങ്ങളുടെ രൂപാന്തരം സംഭവിക്കുകയും അപ്പോൾ നാം നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകുന്ന കർത്താവിനെ അവൻ എങ്ങനെ ഇരിക്കുന്നുവോ അങ്ങനെ നാം കാണുകയും ചെയ്യും. അപ്പോൾ നാം അവന് സദൃശന്മാരാകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ സാധാരണ മനുഷ്യർക്ക്, ലോക മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് നാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നും നാം മനസ്സിലാക്കുന്നതിന് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ യേശു പറയുകയാണ്. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നിയത്. എൻ്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ പിതാവിനെ അറിയുക, നമുക്കറിയാം. ഒരു സമയം ഫിലിപ്പോസ് യേശുവിനോട് പറഞ്ഞു, യേശു കർത്താവേ, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം. അപ്പോൾ യേശു പറഞ്ഞു, ഫിലിപ്പോസേ, ഇത്ര നാൾ ഞാൻ നിന്നോടുകൂടെ ഇരുന്നിട്ടും നീ പിതാവിനെ കണ്ടിട്ടില്ലയോ? ഞാനും പിതാവും ഒന്നാകുന്നു. പിതാവാണ് എന്നിൽ വസിക്കുന്നത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശു പറയാണ്, പിന്നെ ഞാൻ വേറെ പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? അപ്പോൾ യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. അപ്പോൾ പിതാവ് വീണ്ടെടുപ്പിനായി, രക്ഷയ്ക്കായി സ്വീകരിച്ച ജഡമായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ദൈവം ആത്മാവാകുന്നു. ആ ആത്മാവായ ദൈവം ജഡത്തിൽ വസിച്ചതുകൊണ്ട് യേശു ദൈവപുത്രൻ എന്ന പേർ വിളിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ അറിവ്, ആ ദൈവം, ആ തിരിച്ചറിവ് നമുക്ക് നൽകണമെങ്കിൽ അത് പുത്രൻ വെളിപ്പെടുത്തണം എന്ന് മനസ്സിലാകുന്നു. പുത്രനാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ 1:18 നാം വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനത്രേ അവനെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവത്തിൽ നിന്നും ജനിച്ച, ജഡം സംബന്ധിച്ച്, വീണ്ടെടുപ്പ് സംബന്ധിച്ച് ദൈവപുത്രനായി ജനിച്ചു വന്ന, ജഡത്തിൽ വസിച്ച യേശുക്രിസ്തു അല്ലാതെ ആരും പിതാവിനെ വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇവിടെ പറയുന്നത്, ആരും പുത്രനെ അറിയുന്നില്ല, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും പിതാവിനെ അറിയുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു ആർക്കാണ് പിതാവിനെ വെളിപ്പെടുത്തുന്നത്? അങ്ങനെയുള്ളവർക്ക് മാത്രമേ പിതാവിനെ അറിയാൻ കഴിയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ പുത്രനെയും അറിയാൻ കഴിയുള്ളൂ. ഈ വെളിപ്പാട് കുറിച്ച് കർത്താവ് പറയുന്നത്, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച രഹസ്യമാണ്, മർമ്മമാണ് എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ, ഈ അവസാന കാലഘട്ടങ്ങളിൽ ആ ദൈവത്തിൻ്റെ സത്യവചനം, മറയ്ക്കപ്പെട്ടിരിക്കുന്ന സത്യവചനത്തെ വെളിപ്പെടുത്തുവാൻ, നമുക്ക് പുത്രത്വത്തിൻ്റെ അവകാശങ്ങളെ മടക്കി തരുവാൻ ഏക സത്യ ദൈവമായ യഹോവയായ ദൈവം നമുക്ക് വേണ്ടി മാംസരക്തങ്ങൾ ധരിച്ച് ലോകത്തിലേക്ക് വന്നു. തൻ്റെ ജഡമരണത്താൽ നമ്മളെ അടിമത്തത്തിന് കീഴിലാക്കി വച്ചിരിക്കുന്ന പിശാചിനെ തോൽപ്പിച്ചു. എന്നാൽ നാം ആ മരണത്തോട് ഐക്യപ്പെടുകയും ആ മരണത്തിൽ നാം മരിക്കുകയും അവനോടുകൂടെ നാം സ്നാനത്തിൽ കുഴിച്ചിടപ്പെടുകയും അവൻ്റെ പുനരുദ്ധാനത്തിന് സമമായി നാം അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നെങ്കിൽ മാത്രമാണ് ഈ പുത്രത്വത്തിൻ്റെ അവകാശം നമുക്ക് ലഭിക്കുന്നത്. അല്ല എങ്കിൽ നമ്മുടെ ഈ അറിവുകൾ ഒരിക്കലും നമ്മളെ ദാസ്യത്തിൻ്റെ ആത്മാവിൽ നിന്നും പുത്രത്വത്തിൻ്റെ ആത്മാവിലേക്ക് നമ്മെ മാറ്റിക്കൊണ്ടുപോകാൻ പര്യാപ്തമല്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ കാൽവരി ബലിയിലുള്ള വിശ്വാസവും അത് എൻ്റെ പാപത്തിൻ്റെ പരിണതഫലമായി ദൈവം എനിക്ക് വേണ്ടി രക്ഷയ്ക്കായി തുറന്ന മാർഗമാണെന്നും ആ മാർഗത്തിലൂടെ കർത്താവ് കാൽവരി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട ബലിയിലൂടെ ചിന്തപ്പെട്ട രക്തത്തിലൂടെ ആണ് എൻ്റെ പാപമോചനമെന്നും ഞാൻ വിശ്വസിക്കുകയും ആ വിശ്വാസം ഞാൻ അവനോട് ഏറ്റുപറയുന്നതിൻ്റെ ഭാഗമായി പാപസംബന്ധമായ എൻ്റെ മരണത്തിൻ്റെ തുടർഭാഗമായി, അല്ലെങ്കിൽ അതിന് അനുബന്ധമായി എൻ്റെ മരണത്തിൻ്റെ ശേഷമുള്ള അടക്കം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ സ്നാനം കഴിച്ചുകൊണ്ട്, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി സ്നാനമേറ്റുകൊണ്ട്
പുതിയ ജീവനിൽ, പുതിയ ക്രിസ്തുവിൻ്റെ ആത്മാവിൽ നടക്കപ്പെടേണ്ടതിനുള്ള പ്രതിജ്ഞയോടുകൂടി വെള്ളത്തിൽ നിന്ന് കയറുക വഴിയാണ് നാം ഓരോരുത്തരും പുത്രത്വത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കുന്നത്. അങ്ങനെയുള്ള നാം ഇനിമേൽ ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, ഭയത്തിൻ്റെ അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് ജയാളിയായ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ അത്രേ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് നാം വായിച്ച കുറിവാക്യത്തിൽ പറഞ്ഞത്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എത്രേ പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് ആ ഉറപ്പ് നമുക്ക് നൽകുന്നു, നാം ദൈവമക്കളാകുന്നു എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ സന്ധ്യാവേളയിൽ ദൈവത്തിൻ്റെ വചനം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു വിശ്രമത്തിനും, ഒരു രക്ഷയ്ക്കും, ഒരു പാപമോചനത്തിനും, ഒരു പുത്രത്വത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനും ഇടയായി തീരുമെങ്കിൽ തീർച്ചയായും സ്വർഗം സന്തോഷിക്കും, ഞാനും സന്തോഷിക്കും. ഇന്ന് രാത്രിയിൽ അല്പസമയം ഈ തിരുവെഴുത്തുകളുമായി നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ എന്നെ യോഗ്യനാക്കിയ എൻ്റെ കർത്താവിന് സ്തോത്രവും സ്തുതിയും സകല ബഹുമാനവും ആരാധനയും പുകഴ്ചയും ഞാൻ അർപ്പിക്കുന്നു. ഒപ്പം ഇങ്ങനൊരു അവസരം വേർതിരിച്ചു തന്ന കർത്താവിൽ പ്രസിദ്ധരായ ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്ക് ഉള്ള എൻ്റെ സ്നേഹാദരവും അറിയിക്കുന്നു. നമ്മെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.